നന്ദി പറയാൻ വേണ്ടി ഞാനൊന്നും ചെയ്തില്ല. ഞാൻ പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു ചേച്ചി. വലിയ ഉപകാരം. താമസിച്ചുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിട്ടില്ല. ബാലയുടെ ബ്രദറാണോ? അതെ, തിലകൻ എന്നാണ് പേര്. ഇദ്ദേഹം അഡ്വക്കേറ്റ് ജയമോഹൻ. ഹലോ. ഹലോ, കേട്ടിട്ടുണ്ട്. കണ്ടതിൽ സന്തോഷം. ആ, മിസ്റ്റർ തിലകൻ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറാണ്. ആ, കയറിയിരിക്കണം. ബാലയ്ക്കില്ലാത്ത ലോകം തിലകനുണ്ട്. ഏതായാലും ഇപ്പൊ കയറിയിരിക്കുന്നില്ല. ഇവരെ കൊണ്ട് വീട്ടിൽ വിടാനുണ്ട്. ഇനിയും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേച്ചി ചേച്ചി, എനിക്ക് ഫെലോഷിപ്പ് കിട്ടി. അമേരിക്കയിൽ ഉപരിപഠനം നടത്താനുള്ള സ്കോളർഷിപ്പും കിട്ടിയിട്ടുണ്ട്. ഭഗവാനെ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായി. പണിക്കരമാവാ എന്താ കുഞ്ഞേ? ഗവൺമെന്റ് ചെലവിൽ ഞാൻ അമേരിക്കയിൽ പോയി പഠിക്കാൻ പോകുന്നു. അങ്ങനെ പോകണ്ട, പോകാനൊക്കത്തില്ല. ഞാൻ അമേരിക്കയിൽ പോയി പഠിച്ച് വലിയവനാകുന്നത് ഇഷ്ടമല്ലേ? വലിയവനാകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നാളെ വിട്ടു പോവാനോ? കണ്ടോ, തിലകൻ കുഞ്ഞ് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ അതിന് സങ്കടം വന്നു. തിലകൻ അമേരിക്കയിൽ പോയി പഠിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ പണിക്കരമ്മാവ. പിന്നെ സങ്കടപ്പെടുന്നു. ഞാൻ അച്ഛനെ അമ്മയെ ഓർത്തു. തിലകന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കേണ്ടവരില്ലാതെ പോയല്ലോ എന്നോർത്തുപോയി. അതിന് കുഞ്ഞുങ്ങളെ വിഷമിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കായിരിക്കും. പണിക്കരമാവൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചേച്ചി തനിച്ചാക്കിയിട്ട് പോകണം. അതെയോടാ, തനിച്ചോ? ബാലക്കുഞ്ഞ് തനിച്ചാവണമെങ്കിൽ ഈ പണിക്കരമാവൻ ചാവണം. പിന്നെ കാപ്പിക്ക് പറയാൻ വേണ്ടി രണ്ടുപേരും ഉണ്ടായി കഴിച്ചോണം. എന്നെ കൊണ്ട് പറ്റേ? അതെന്താന്ന് ചോദിച്ചാ പറ്റയല്ല, അത്ര തന്നെ. എനിക്കിന്ന് അമ്പലത്തിൽ പോണം, ഒരു വഴിപാട് നടത്തണം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളിലെല്ലാം വഴിപാട് നടത്തിയത്. ഞാൻ തനിച്ചാണെന്നോർത്ത് നീ വിഷമിക്കണ്ട. സന്തോഷമായി പോണം. അനുജനെ പഠിപ്പിച്ച് മിടുക്കനാക്കണമെന്ന് മാത്രമേ ചേച്ചി ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. ചേച്ചിക്കിപ്പോ 28 വയസ്സായി. നീ സമാധാനമായി പോയിട്ട് വാ. ഏതായാലും നീ പോകുന്നതിന് മുമ്പ് ഒരാളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ അനുജനാണെങ്കിലും പുരുഷനാണ്. ചേച്ചിയുടെ ഭാവിയെ പറ്റി ഞാനല്ലാതെ ആര് ചിന്തിക്കും? അതിനൊക്കെ അവസരമുണ്ട്. ഇപ്പോൾ നീ യാത്ര തിരിക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി. നമുക്കാരുമില്ലെന്ന് നീ വിചാരിക്കണ്ട. നമുക്ക് പണിക്കരമ്മവനുണ്ട്, നമ്പ്യാർ സാറുണ്ട്. ആ, നീ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് പോയി നമ്പ്യാർ സാറിനെ കാണണം. സാറിനെയും മകളെയും കണ്ടിട്ട് വളരെ നാളായി. നമുക്ക് നാളെ തന്നെ നാട്ടിലേക്ക് പോകാം. അല്ല, ഇതാരൊക്കെയായി വന്നിരിക്കുന്നേ? മോളെ പ്രിയേ, ഇതാരായി വന്നിരിക്കുന്നത് നോക്കേ. വരും വരും. കണ്ടിട്ട് കുറെ നാളായി. ഞാൻ വിചാരിച്ചു ഞങ്ങളെയൊക്കെ മറന്നു. സാറിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അച്ഛൻ മരിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന ബന്ധുക്കളൊന്നുമല്ല അച്ഛൻ ഞങ്ങളെ ഏൽപ്പിച്ചത്. സാറിനെയാണ് ഏൽപ്പിച്ചത്. സാറ് ആ കടമ നിറവേറ്റുകയും ചെയ്തു. ഇരിക്കെ. സാർ, കുറച്ച് ഓറഞ്ച്. എനിക്കൊന്നുമില്ല ഏട്ടാ, നിനക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. അയ്യേ, ചേച്ചി തരുന്നത് വലത് കഴിഞ്ഞിട്ട് വാങ്ങണം. നിങ്ങളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അറിയിക്കാതിരുന്നതാണ്. കുറച്ചുനാൾ മുമ്പ് ഇതിനടുത്തൊരു ബസ് അപകടം ഉണ്ടായി. പത്രങ്ങളിൽ വായിച്ചിരിക്കുമല്ലോ. പ്രിയയും
ആ ബസ്സിലുണ്ടായിരുന്നു. 13 പേർ ആ അപകടത്തിൽ മരിച്ചു. ഭാഗ്യത്തിന് പ്രിയയുടെ വലത് കൈ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അവൾക്ക് നല്ലൊരു വിവാഹാലോചന ഉറച്ചു വന്നതാണ്. കൈയില്ലാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ചെറുപ്പക്കാരാരെങ്കിലും തയ്യാറാവുമോ? സാറിങ്ങനെ നിരാശപ്പെടരുത്. ഒരു കൈക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ട് പ്രിയയ്ക്കൊരു നല്ല വിവാഹം കിട്ടിക്കൊടുന്നില്ല. നീ വിഷമിക്കരുത്. എനിക്കിപ്പോ വിഷമമൊന്നുമില്ല ചേച്ചി. എന്റെ അച്ഛനെ ശുശ്രൂഷിക്കാൻ ഇടത് കൈ മതി. ആ, നിന്നെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ച ആളാരായിരുന്നു? ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ആ വിവാഹം മുടങ്ങിയതുകൊണ്ട് എനിക്ക് വിഷമമില്ല ചേച്ചി. എനിക്കത് ഇഷ്ടമില്ലായിരുന്നു. അതെന്താ? നീ മറ്റാരെങ്കിലും സ്നേഹിച്ചിരുന്നോ? എനിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ തന്നെ ഇനി അത് പറയില്ല. എന്റെ വലത് കൈ നഷ്ടപ്പെട്ടതോടെ എല്ലാ ആശകളും ഞാൻ ഉപേക്ഷിച്ചു. പ്രിയ അങ്ങനെ നിരാശപ്പെടരുത്. എന്നോട് പറയൂ, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ചേച്ചി എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല. പ്രിയ, നീ ആരെയാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ ആഗ്രഹം സാധിക്കും. ഞാൻ ആർക്കും ഒരു ഭാരമാകരുത്. നീ എനിക്കൊരു ഭാരമാകുമോ? ഒരിക്കലുമില്ല. ഞാനത് തിലകനോട് പറയും. വരൂ, തിലകനെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോണം. അച്ഛന്റെ അമ്മയുടെ അസ്ഥിത്തറയിൽ ഒരു തിരി കൊളുത്തണം. അസ്ഥിത്തറയിൽ വിളക്കുവച്ച് തൊഴുതോ? ആ, തൊഴുതു. തൂക്കാതെയും വാരാതെയും വീടങ്ങ് വൃത്തിയായി കാണും. നമ്പ്യാർ സാറും മോളും കൂടെ തൂപ്പിക്കുകയും വാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പടിഞ്ഞാറ് വശത്ത് ചക്കരച്ചിമാവ് പൂത്തോ? പൂത്തോ തിലക? ആ, ഞാൻ നോക്കിയില്ല. നോക്കത്തില്ല, നിങ്ങൾ നോക്കത്തില്ല. പിന്നെ എന്തോ നോക്കാ നിങ്ങൾ എന്റെ കൂടെ പോയത്? പണിക്കരമാവ, വല്ലാത്ത ക്ഷീണം. ഒരു കപ്പ് കാപ്പി. എനിക്കിപ്പോ സൗകര്യമില്ല. നിങ്ങൾ അച്ഛനുള്ളപ്പോ ചക്കരച്ചിമാവേല വാങ്ങാൻ വെഴുത്ത അത് പിഴിഞ്ഞേ അതേ ഉണ്ണാറുണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ അമ്മ അടുത്തിരുന്ന് 3-4 മാങ്ങ തൊലി കളഞ്ഞ് ആ ഇലയിലോട്ടിട്ട് കൊടുക്കും. ആ മാങ്ങായും പിഴിഞ്ഞ് തൈര് ഒഴിച്ച് കുഴച്ചുണ്ണുന്നത് കാണാൻ എന്തോ ഒരു രസമായിരുന്നു. ആ കാലമൊക്കെ പോയില്ലയോ? നിങ്ങൾക്ക് എന്താ വേണം? കാപ്പി വേണം, ഞാൻ ഇപ്പൊ ഇട്ടുണ്ട്. അവിടെ അവിടെ ഇരിക്കണം. അവിടെ അവിടെ അവിടെ. ഡോക്ടർ, എവിടെ വെച്ചാൽ കൊണ്ടുവിടാം? മിസ്റ്റർ ജയമോഹൻ,
തിലകനാണോ? ആ, കൂട്ടുകാരെ എല്ലാം കണ്ട് യാത്ര പറഞ്ഞപ്പോഴേക്കും കുറെ വൈകി. ഞാൻ നിന്റെ പെട്ടി ഒരുക്കുകയായിരുന്നു. യാത്രയ്ക്കുള്ള സമയം എടുക്കും തോറും ചേച്ചിയെ തനിച്ചാക്കിയിട്ട് പോകുന്നതിന്റെ വിഷമം കൂടി വരികയാണ്. ഞാൻ പ്രിയ വിളിച്ചോടെ നിർത്താം. അത് നല്ലതാണ് ചേച്ചി, അവൾക്ക് സന്തോഷമായിരിക്കും. നീ അമേരിക്കയിൽ നിന്ന് വന്നാലുടൻ നിങ്ങളുടെ വിവാഹം നടത്തണം. അയ്യോ ചേച്ചി, എന്താ? പ്രിയ എനിക്ക് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. തിലക, അങ്ങനെ പറയരുത്. അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു. നമ്പ്യാർ സാറിനോട് സൂചിപ്പിച്ചു. സാറിനോട് പ്രിയയ്ക്ക് നല്ലൊരു വിവാഹം കിട്ടുമെന്ന് നീ പറഞ്ഞപ്പോൾ നിനക്ക് അവളെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ചേച്ചിയെ നിർബന്ധിക്കരുത്. അവളുടെ ഒരു കൈക്ക് സ്വാധീനമില്ലാതെ വന്നപ്പോൾ നീ അവളെ വെറുത്തു. അങ്ങനെ പറയരുത് ചേച്ചി. ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. അവളെ വിവാഹം കഴിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു.